ഹായ് ഫ്രണ്ട്സ്, സൗഹൃദ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് സൗഹൃദ മീഡിയ പറയുന്നത് ഒരു വധക്കേസിനെ കുറിച്ചിട്ടാണ്. മറ്റാരുടെയുമല്ല, കോഴൽക്ക സൃഷ്ടിച്ച ഷാരോൺ വധക്കേസ്. അത് വധക്കേസ് എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് ആസൂത്രിതമായ നീചമായ ഒരു കൊലപാതകം അല്ലേ? ഒരു കൊലപാതകം എന്നേ സൗഹൃദ മീഡിയയ്ക്ക് ഇതിന് പറയാൻ കഴിയുള്ളൂ. 2022 ഓഗസ്റ്റ് മാസം 22-ാം തീയതി ഈ ഷാരോണിൻ്റെ കാമുകി ഗ്രീഷ്മ ജ്യൂസിൽ ഷാരോണിന് 50 പാരസെറ്റമോൾ ഗുളിക അരച്ച് കലക്കിയിട്ടാണ് കുടിക്കാൻ കൊടുത്തത്. ആ ജ്യൂസ് ഈ ഷാരോൺ കുടിക്കുകയാണ്. കുറച്ച് കുടിച്ചു. അപ്പോൾ അമിതമായ കയ്പ്പ് അനുഭവപ്പെട്ടപ്പോൾ പിന്നെ അദ്ദേഹം അത് കുടിക്കാൻ കൂട്ടാക്കിയില്ല. എന്നതിന് ശേഷം വീണ്ടും കഷായത്തിൽ കീടനാശിനി കലർത്തിയിട്ട് കുടിക്കാൻ കൊടുക്കുന്നു. അപ്പോൾ ഒരു സ്വന്തം കുടുംബമുള്ള ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് അസുഖമായിട്ട് കഷായം വാങ്ങിയിട്ടുണ്ട് വെച്ചാൽ ഭാര്യ കൊടുത്താൽ കഷായം കുടിക്കുമോ? ഭർത്താവ് കുടിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ പ്രേമം മൂത്ത് അന്ധനായ ഈ ഷാരോൺ ഗ്രീഷ്മ കൊടുത്ത കഷായവും കുടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഒരു നിഷ്കളങ്കനാണ്, വളരെ പാവം പിടിച്ചൊരു മനുഷ്യനാണ് വെച്ചാണ് സൗഹൃദ മീഡിയയ്ക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ ഒരു അസുഖവും ഇല്ലാത്തൊരു യുവാവ് സ്വന്തം പ്രണയിനി കഷായം കൊടുത്താൽ കുടിക്കുകയോ? ആരെങ്കിലും കുടിക്കുകയോ? ആ കഷായം അദ്ദേഹം കുടിച്ചു. എന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ കേടുപറ്റി. പിന്നെ ഡയാലിസിസൊക്കെ നടത്തേണ്ടതായിട്ട് വന്നു. അപ്പോഴാണ് ആന്തരിക അവയവത്തിൽ വിഷം കലർന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. അപ്പോഴേക്കും അദ്ദേഹം മൃതപ്രായനായി. അങ്ങനെ മജിസ്ട്രേറ്റ് മൊഴിയെടുക്കുമ്പോൾ ഗ്രീഷ്മ ചതിച്ചു എന്ന് പറയണ്ടായിരുന്നു. അതും വലിയ പ്രകോപനമൊന്നും കൂടാതെ അത് സ്വന്തം പിതാവിനോടും പറയണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വിവരിച്ച സംഭവങ്ങൾ സ്വാഭാവികമാണ്, സാധാരണയാണെന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ സൗഹൃദ മീഡിയ മനസ്സിലാക്കുന്നത് ഒരു യുവതി ഒരു യുവാവിനോടും ഇത്തരണത്തിൽ കാണിക്കാൻ പാടില്ല. കാരണം വഞ്ചിക്കാൻ പാടില്ലല്ലോ. അവനവന് ഈ ആളെ തന്നെ വേണ്ടാന്ന് തോന്നി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് ഒഴിവാക്കാം. പിന്നെപ്പോൾ ഈ വധക്കേസിൽ പ്രതിയായ ഗ്രീഷ്മ ഇപ്പം എന്താ കോടതിയോട് പറയുന്നത്? എൻ്റെ ചെറിയ പ്രായം, ഞാൻ ഉപരിപഠനം കഴിഞ്ഞതാണ്, എനിക്ക് ജോലി വേണം, എനിക്ക് ഭാവി വേണം, ഇതൊക്കെ പറയാണ്. കോടതിക്ക് സ്വകാര്യമായിട്ട് എഴുതി കൊടുക്കുക. ഈ യുവതിക്ക് ഇതിനൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഒരു മനസ്താപം ഇവർക്കില്ലേ? എന്ത് ക്രൂരകൃത്യം ചെയ്തൊരു യുവതിയാണ് ഇവർ. എന്നിട്ടും കോടതിയോട് സ്വകാര്യമായിട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒരു ഇരട്ടത്താപ്പ് നായല്ലേ ഇത്? ഈ ഷാരോണും ഈ യുവതിക്കും ഇങ്ങോട്ട് 1 വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അയാൾക്ക് എന്താ ഭാവി ഇല്ലേ? അയാൾക്ക് ജീവിക്കണ്ടേ? അയാൾക്ക് എന്തെങ്കിലും ജോലി വേണ്ടേ? അപ്പോൾ ഒരു മറ്റൊരു ജീവനെ ഹനിക്കുമ്പോൾ ഇതൊന്നും ഓർക്കാതെയാണോ ചെയ്തത്? വല്ലാത്ത കഷ്ടമാണ്. സാക്ഷര കേരളം ലജ്ജിക്കുകയാണ്. ഈ ഗ്രീഷ്മേനോർത്തിട്ട് ലജ്ജിക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ അന്ധമായിട്ട് ആരെയും വിശ്വസിക്കരുത്. അത് ആപത്തിലേക്ക് ഇടവരുത്തുള്ളൂ. ആപത്തിലുപരി സ്വന്തം ജീവനും കൂടി പോയി. അങ്ങനെ ഒരു ഹതഭാഗ്യനാണ് ഷാരോൺ. അപ്പോൾ ഈ സാക്ഷര കേരളത്തിൽ ഒരു യുവാവിനും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാവാൻ പാടില്ല എന്നാണ് സൗഹൃദ മീഡിയ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഗ്രീഷ്മമാരല്ല, എല്ലാവരെയും ഗ്രീഷ്മയോട് ഉപമിച്ചതുമല്ല. പക്ഷേ ഇത്തരത്തിൽ ചെയ്താൽ പിന്നെ നമ്മളൊക്കെ എങ്ങനെയാണ് ഇവരെ കണക്ക് കൂട്ടുക, കാണുക, വിലയിരുത്തുക? വല്ലാത്ത പ്രയാസം തോന്നുന്നില്ലേ മനസ്സിൽ? സ്ഥാപിത താല്പര്യം മാത്രം. എൻ്റെ ചെറുപ്രായം, എനിക്ക് ജീവിക്കണം, എൻ്റെ ഭാവി, എൻ്റെ ജോലി എന്നൊക്കെ ഇവർ പറയുമ്പോൾ ഒരു മനസാക്ഷി കുത്ത് ഇവർക്കില്ലേ? ഈ ഗ്രീഷ്മ എന്ന് പറഞ്ഞ യുവതിക്ക്
അല്ല, അതിപ്പോൾ എങ്ങനെ ഉണ്ടാവുക? എല്ലാ കാര്യസാധ്യവും അതിലുപരി സാമ്പത്തിക ലാഭമൊക്കെ നേടിയതിന് ശേഷം കുറ്റപ്പെടുത്തി സംസാരിക്കുക. കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വന്നൊരു യുവതിയിൽ നിന്നും എന്താ ദുരനുഭവമുണ്ടായത്? അദ്ദേഹം മറ്റൊന്നും ചെയ്തിട്ടില്ല. മഹാഭാരതത്തിലെ ഒരു പ്രമുഖ സ്ത്രീ കഥാപാത്രത്തെ ഉപമിച്ചൊന്ന് സംസാരിച്ചു. അതിപ്പോൾ വിവാദമായി. അദ്ദേഹം ജയിൽവാസം വരെ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ കാര്യം കൃത്യമായി അറിയാതെ ഏറ്റുപിടിക്കാനും കുറേ ആൾക്കാർ, സ്ത്രീ വിമോചിതരും സ്ത്രീപക്ഷക്കാരും ഒക്കെ അതിൻ്റെ കൂടെ കൂടുക. സത്യാവസ്ഥ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലാതെയാവുക. ഹേമ കമ്മിറ്റി പോലുള്ളൊരവസ്ഥ. അപ്പോൾ അത്തരണത്തിലേക്കൊന്നും പോകണ്ട. ഇഷ്ടമില്ലാത്ത കാര്യത്തിന് ആദ്യം തന്നെ പോവാതിരുന്ന പോരെ. 6 ലക്ഷം 7 ലക്ഷം രൂപത്തെ പ്രതിഫലം കൈപ്പറ്റിയിട്ടാണ് ഓരോ കാര്യത്തിനും ഓരോ ആളുകൾ വരുന്നത്. ആ സംഖ്യ കൈപ്പറ്റിയതിന് ശേഷമാണ് പിന്നീടാണ് ആരോപണങ്ങൾ ഉന്നയിക്കുക. ഹണി ഇല്ല, റോസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വ്യവസായി, പ്രമുഖ വ്യവസായി, ഒരു റോസാപ്പൂവ് മേൽപ്പറഞ്ഞ സ്ത്രീ കഥാപാത്രത്തിന് നൽകേണ്ടായി. അവരത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതാണ് നമ്മളേവരും കണ്ടത്. അപ്പോഴൊന്നും ആക്ഷേപമില്ല. പിന്നീടാണ് അവർക്ക് ദ്വയാർത്ഥം വെച്ചു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേസും പുലിവാലൊക്കെ ഉണ്ടായത്. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഇത്തരത്തിലാവാതിരിക്കുകയാണ് ബുദ്ധി. ഇപ്പോൾ ഷാരോണിൻ്റെ കേസിൻ്റെ വിധി തിങ്കളാഴ്ച പറയാൻ കോടതി, നെയ്യാറ്റിൻകര കോടതി തിങ്കളാഴ്ച വിധി പറയുമ്പോൾ ഷാരോണിൻ്റെ കുടുംബത്തിന് സങ്കടമില്ലാത്ത രീതിയിൽ അവർക്ക് നീതി ലഭിച്ചു എന്ന് മനസാക്ഷിക്ക് തോന്നുന്ന തരത്തിലൊരു വിധി നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് ഉണ്ടാവട്ടെ. ഇനിയൊരു ഷാരോണിനുണ്ടായ ഒരു അനുഭവം ഇനി സാക്ഷര കേരളത്തിലെ ഒരു യുവാക്കൾക്കും, ഒരു ഗ്രീഷ്മമാരെ പോലുള്ള ഒരു യുവതികളും ഇത്തരുണത്തിൽ പ്രവർത്തിക്കാതിരിക്കട്ടെ എന്നാണ് സൗഹൃദ മീഡിയയ്ക്ക് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിൽ വധശിക്ഷ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായതാണത്രേ. ഇനിയിപ്പോൾ ഒരു വധശിക്ഷ എന്തായാലും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പക്ഷേ സൗഹൃദ മീഡിയയുടെ ഒരു ആഗ്രഹം ഒരു ട്രിപ്പിൾ ജീവപര്യന്തം കൊടുക്കണം എന്നാണ്. 14 വർഷമാണല്ലോ ഒരു ജീവപര്യന്തം. അപ്പോൾ അത് 3 ജീവപര്യന്തമായിട്ട് കൊടുക്കുക. അപ്പോൾ ഇവരുടെ ഉപരിപഠനവും ജോലി ഭാവി ഒക്കെ നന്നാവും. അത്രയെങ്കിലും ബഹുമാനപ്പെട്ട കോടതി ഈ അപൂർവങ്ങളിൽ അപൂർവമായ കേസിൻ്റെ വിധിയായിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് സൗഹൃദ മീഡിയയ്ക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.